വിശുദ്ധ റമളാനിലെ ആദ്യ 10 ദിനങ്ങൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കരുണാവർഷത്തിൻ്റെതാണെന്ന് നമുക്കറിയാം. ഇതാ റഹ്മത്തിൻ്റെ 10 നമ്മിൽ നിന്ന് വിട പറയുകയാണ്. രണ്ടാമത്തെ 10 പാപമോചനത്തിൻ്റെതും അവസാനത്തേത് നരകമോചനത്തിൻ്റെതുമാണ്. പാപമോചനത്തിനും നരകമോചനത്തിനും വേണ്ടി സൃഷ്ടികളായ നമ്മെ മാനസികമായി പരുവപ്പെടുത്തുകയാണ് ആദ്യ 10 അള്ളാഹു ചെയ്യുന്നത്. ഒരു സൃഷ്ടാവ് സൃഷ്ടികളായ നമ്മോട് ചേർന്ന് നിൽക്കുന്നവനാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യ സ്പർശത്തിലൂടെ. അതുവഴി റബ്ബിനോട് കൂടുതൽ അടുക്കുകയും പാപമോചനവും നരകമോചനവും തേടാൻ നമ്മുടെയൊക്കെ മനസ്സ് അള്ളാഹു പാകപ്പെടുത്തുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ മുഴുവൻ സൂറത്തുകളിലും ഒന്നൊഴികെയുള്ള എല്ലാ സൂറത്തുകളും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പരാമർശിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സൃഷ്ടികളോടുള്ള അള്ളാഹുവിൻ്റെ അടുപ്പമാണിത് നമ്മെ വെളിപ്പെടുത്തുന്നത്. വിട്ടുവീഴ്ചയുടെയും സ്നേഹത്തിൻ്റെയും വിശാലമായ അർത്ഥം യഥാർത്ഥത്തിൽ റഹ്മത്ത് എന്ന പദം നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഔന്നത്യം തെളിയിക്കപ്പെടുന്നത് അവൻ്റെ സൃഷ്ടികളിലൂടെയാണ്. അവൻ്റെ കാരുണ്യമില്ലാതെ ഒന്നിനും ഇവിടെ നിലനിൽപ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ ചലന നിശ്ചലനങ്ങളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. നമുക്ക് ജീവവായു നൽകുന്നതും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇർഹമു മൻഫിൽ അർദ് ഇർഹമുക്കും മൻഫിസ് സമാ, നമുക്കറിയാവുന്ന ഹദീസ്. ഭൂമിയിലുള്ളവരോട് നാം കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു നമുക്കും കരുണ തരും, നമ്മോടും കരുണ കാണിക്കും. ഇത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാന രേഖയായി നാം കാണണം. അള്ളാഹു അവൻ്റെ കാരുണ്യം, അവൻ്റെ റഹ്മത്ത് സൃഷ്ടികളുടെ മേൽ ചൊരിയുന്നതോടൊപ്പം പരസ്പരം സ്നേഹവും കരുണയും പകർന്നു നൽകാനും അള്ളാഹു നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണല്ലോ വിശന്നു വലഞ്ഞ് മരുഭൂമിയിൽ മണ്ണ് തിന്നുകൊണ്ടിരുന്ന ഒരു നായയോട് കരുണാവായ്പ തോന്നി കിണറ്റിലിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് ആ നായയുടെ ദാഹമകറ്റിയ തെമ്മാടിയായ ഒരു സ്ത്രീക്ക് അള്ളാഹു സ്വർഗം നൽകിയ സംഭവം നമുക്കറിയാം. അതുപോലെ ഒരു പൂച്ചയെ പട്ടിണിക്കിട്ട് കൊന്ന സ്ത്രീ നരകശിക്ഷയ്ക്ക് പാത്രമായതും നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാം. ഇതാണ് അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യ ലോകം. നമുക്ക് അള്ളാഹുവിനോട് ആദ്യ 10 വിട പറയുന്ന സമയത്ത് ചോദിക്കാം, അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റാഹിമീൻ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളെ നീ കരുണ കൊണ്ട്, കരുണാകടാക്ഷം കൊണ്ട് പൊതിയണമേ.